തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, പരിശുദ്ധ കന്യകാ മാതാവിന് നമ്മുടെ ജീവിതത്തിൽ എത്രമാത്രം സ്ഥാനമുണ്ടെന്നും എത്രമാത്രം സ്വാധീനമുണ്ടെന്നും നമുക്കിന്ന് ധ്യാനിക്കാം. അതിനുവേണ്ടി ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന വചനഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതലുള്ള തിരുവചനങ്ങളാണ്. ഗലീലയിലെ കാനായിലെ വിവാഹ വിരുന്ന് നാം വളരെയേറെ തവണ വായിക്കുകയും ധ്യാനിക്കുകയും പങ്കുവെക്കുകയും ചെയ്ത ഒരു വചനഭാഗമാണ് ഗലീലയിലെ കാനായിലെ വിവാഹ വിരുന്ന്. 3-ാം ദിവസം ഗലീലയിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. വിരുന്നിന് യേശുവും ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവേ. ഒരു യഹൂദ കുടുംബത്തിൽ വിവാഹ സൽക്കാര വേളയിൽ വീഞ്ഞ് തീർന്നു പോവുക എന്ന് പറയുന്നത് വളരെയേറെ നാണക്കേടും സങ്കടവും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. കാരണം വിവാഹ സൽക്കാരത്തിൽ വീഞ്ഞിന് അത്രമാത്രം പ്രാധാന്യമുണ്ടായിരുന്നു. യേശുവിൻ്റെ അമ്മ ആ വീട്ടിലെ വളരെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു. യേശുവിൻ ശിഷ്യന്മാരും ക്ഷണിക്കപ്പെട്ടിരുന്നു. അമ്മ അവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവിടുത്തെ ഓരോ കാര്യങ്ങളിലും അമ്മയുടെ ശ്രദ്ധ പതിഞ്ഞിരുന്നു. അവർക്ക് വീഞ്ഞ് തീർന്നുപോയി എന്ന് മനസ്സിലാക്കിയ അമ്മ ബഹളം വെക്കുകയോ മറ്റുള്ളവരെ വിളിച്ചു കൂട്ടുകയോ പ്രശ്ന പരിഹാരത്തിന് അന്വേഷിച്ച് നടക്കുകയോ ചെയ്യാതെ ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് വളരെ മനോഹരമായി പരിഹരിക്കാൻ പറ്റുന്നവൻ്റെ അടുത്ത് തന്നെ ചെന്ന് പറഞ്ഞു, മകനെ, അവർക്ക് വീഞ്ഞില്ല. യേശു വളരെ നിസ്സാരമായി പ്രതിവദിച്ചു, സ്ത്രീയെ, എനിക്കും നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അമ്മ മകനെ ശാസിക്കുകയോ മകനെ എന്തെങ്കിലും ഒന്ന് ചെയ്യ എന്ന് പറയുകയോ ചെയ്യാതെ നേരെ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവേ. പരിശുദ്ധ അമ്മയുടെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കാൻ തയ്യാറെടുക്കുന്ന നാം ഓരോരുത്തരും ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മുടെ ഭവനത്തിൽ പരിശുദ്ധ അമ്മയുണ്ട്. യേശുവിനെ നമ്മുടെ ഭവനത്തിൽ രാജാവായി നമ്മൾ സ്ഥാനം കൊടുത്തിട്ടുണ്ടോ? പരിശുദ്ധ അമ്മ നമ്മുടെ ഭവനത്തിൽ ഉണ്ടെങ്കിൽ നമ്മുടെ ഓരോ കാര്യങ്ങളിലും അന്വേഷിക്കുകയും നമ്മുടെ കുറവുകൾ നിറവുകളാക്കാൻ തൻ്റെ തിരുക്കുമാരനോട് മാധ്യസ്ഥം അപേക്ഷിക്കുകയും ചെയ്യും. അമ്മയുള്ളിടത്ത് അവിടുത്തെ മകനും ഉണ്ടായിരിക്കും. അമ്മയുടെ മാധ്യസ്ഥം ഒരിക്കലും മകൻ തള്ളിക്കളയുകയില്ല. അമ്മ എപ്പോഴും നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും, അവൻ പറയുന്നത് പോലെ ചെയ്യുവേ. നാം ഏത് കാര്യം ചെയ്യുമ്പോഴും പരിശുദ്ധ അമ്മയോടും ഈശോയോടും ആലോചന ചോദിച്ചിട്ട് വേണം ചെയ്യാൻ. പരിശുദ്ധ കുർബാനയിലൂടെയും ജപമാലയിലൂടെയും തിരുവചന വായനയിലൂടെയുമാണ് നമുക്ക് അവൻ പറയുന്നത് പോലെ ചെയ്യാൻ സാധിക്കുന്നത്. അവൻ പറയുന്നത് പോലെ ചെയ്തു കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മയുടെയും അവിടുത്തെ തിരുക്കുമാരൻ്റെയും അനുഗ്രഹവും ആശീർവാദവും എപ്പോഴും നമ്മുടെ ഭവനത്തിലും നമ്മുടെ ഹൃദയത്തിലും ഉണ്ടായിരിക്കും. നമ്മുടെ ഭവനത്തിൻ്റെയും ഹൃദയത്തിൻ്റെയും രാജാവായി അവൻ വാഴും. നമുക്ക് വേണ്ടി ആ അമ്മ അവിടുത്തെ വിലയേറിയ മാധ്യസ്ഥം വിനിയോഗിക്കും. എപ്പോഴും നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും, അവൻ പറയുന്നത് പോലെ ചെയ്യുവേ. ഈ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കാൻ തയ്യാറെടുക്കുന്ന നമ്മൾ ഓരോരുത്തരും പരിശുദ്ധ അമ്മയെയും അവിടുത്തെ തിരുക്കുമാരനെയും നമ്മുടെ ഭവനത്തിലേക്ക് ക്ഷണിച്ചു വരുത്താൻ, അവിടെ സ്ഥിരപ്രതിഷ്ഠയുള്ളവരാക്കാൻ പരിശുദ്ധ അമ്മയുടെയും ഇവിടുത്തെ തിരുക്കുമാരുടെയും അനുഗ്രഹവും ആശീർവാദവും എപ്പോഴും നാം ഓരോരുത്തരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.